ആദ്യം അഡ്വക്കേറ്റ് അനിൽകുമാർ CPI സംസ്ഥാന സമിതി അംഗം. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ പൂരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പൂരം അതിൽ ഉണ്ടായ പ്രശ്നങ്ങൾ, അതൊരു വലിയ വിവാദവും അത് അന്വേഷണ ഘട്ടത്തിൽ നിൽക്കുന്നു. ആ റിപ്പോർട്ട് DGPക്ക് മുമ്പാകെ വന്നിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ അടക്കം പക്കലെത്തി എന്ന നിലയിൽ പല വാർത്തകളും ഒക്കെ വരുന്നൊരു സാഹചര്യമുണ്ട്. മാത്രവുമല്ല, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF, വിശേഷിച്ച് കോൺഗ്രസ് ഒക്കെ പൂരത്തിൻ്റെ പ്രശ്നത്തെ വലിയ തോതിൽ രാഷ്ട്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. ഇതേ സമയത്താണ് KPCC ഉപസമിതിയുടെ തൃശ്ശൂരിലെ അവരുടെ തോൽവിയെ സംബന്ധിച്ച റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, തോൽവിക്ക് കാരണം പൂരം വിഷയമായിട്ടില്ല എന്ന നിലയിലാണ്. എത്രമാത്രം പ്രാധാന്യമുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്ന വിവരങ്ങൾ ആധാരമാക്കി സംസാരിച്ചാൽ? നേമത്ത് ഒരു തവണ BJP ജയിക്കാൻ കഴിഞ്ഞത് UDFന് അവിടെ ഉണ്ടായിരുന്ന വോട്ട് അപ്രത്യക്ഷമായതിനാലാണ് എന്ന് കണക്കുകൾ കൊണ്ട് കേരളം കണ്ടതാണ്. അതിനുശേഷം നിറവാർന്ന ഒരു പോരാട്ടത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ നേമത്തെ BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയുണ്ടായി. ലോകസഭയിലേക്ക് കേരളത്തിൽ നിന്നും ഒരു അക്കൗണ്ട് തുറക്കാൻ BJPക്ക് കഴിഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് സ്വായത്തമായിരുന്ന വോട്ടുകളിൽ നിന്നും ഒരു 84,000-ഓളം വോട്ടുകൾ കുറഞ്ഞതിനാലാണ്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും UDFന് ഉണ്ടായിട്ടുള്ള വോട്ടിൻ്റെ ഒരു നില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലും സ്വാഭാവികമായിട്ടും സംസ്ഥാനത്താകെ ഉണ്ടായ പ്രവണതയല്ല സംഭവിച്ചത്. UDFൻ്റെ വോട്ടിൽ സാരമായ കുറവ് വരികയാണ് ചെയ്തത്. LDFൻ്റെ വോട്ട് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും കുറഞ്ഞുവെങ്കിലും തൃശ്ശൂർ മണ്ഡലത്തിൽ LDFൻ്റെ വോട്ട് വർദ്ധിച്ചു എന്നുള്ളതാണ് സത്യം. ഇതിൽ നിന്ന് നാം അനുമാനത്തിലെത്തേണ്ട കാര്യം എന്താണ്? 84,000 വോട്ടുകൾ സ്വന്തം പെട്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഉടുവസ്ത്രം നഷ്ടപ്പെട്ട നഗ്നമായി നിൽക്കുന്ന ഈ കേരളത്തിലെ UDFന്, കോൺഗ്രസ്സിന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അതിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ മുരളീധരൻ പറയുകയാണ്. നട്ടും ബോൾട്ടും ഇല്ലാത്ത ഒരു സംവിധാനമായിട്ടാണ് അവിടെ അത് പ്രവർത്തിച്ചത്. കോൺഗ്രസിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ പ്രാമാണിക നേതാക്കന്മാരെല്ലാം അവിടെ പ്രവർത്തിക്കുകയായിരുന്നില്ല, സ്ഥാനാർത്ഥിക്കെതിരെ നിൽക്കുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യം പറയുകയാണ്. ഒരു സ്ഥാനാർത്ഥിയുടെ സാക്ഷ്യത്തേക്കാൾ വലിയ മറ്റൊന്നുണ്ടോ? ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പും സമർപ്പിച്ച ശേഷവും മുരളീധരൻ്റെ ഓരോ വാക്കുകളും എന്താണ് അവിടെ നടക്കുന്നത്? UDFൻ്റെ സംഘടനാപരമായ കുറവുകളുടെ മേലെയാണ് മുരളീധരന് തോൽവി ഉണ്ടായത് എന്ന് മുരളീധരൻ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ മറ്റൊരു തെളിവെന്തിന്? അത് VD സതീശനോട് K മുരളീധരൻ്റെ മറുപടിയാണ്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും മുരളീധരൻ ലക്ഷ്യമിടുന്നത് കോൺഗ്രസിലെ സംഘടനാ സംവിധാനത്തെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. ഇനി തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം എന്താണ്? ഒന്ന്, തൃശ്ശൂർ പൂരം നിയമാനുസരണം നടത്തുന്നതിന് നിരവധിയായ പരിമിതികൾ കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ വഴി ഇപ്പോൾ അവിടെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന കാര്യം ആളുകൾ മറന്നുപോകുന്നതാണോ? ആന എഴുന്നള്ളിക്കുമ്പോൾ വെടിക്കെട്ട് നടക്കുന്ന ഇടവും തമ്മിൽ പാലിക്കേണ്ട അകലം സംബന്ധിച്ച നിയമം സംസ്ഥാന നിയമമാണോ കേന്ദ്ര നിയമമാണോ? അതിനെ തുടർന്ന് ഇത്തവണ അവിടെ വെടിക്കെട്ട് നടക്കാനിടയില്ല എന്ന കാര്യത്തിൽ, ആനയെ ഇതുപോലെ എഴുന്നള്ളിക്കാനിടയില്ല എന്ന കാര്യത്തിൽ എത്രയോ കോടതി ഇടപെടലുകൾ വന്ന കാര്യം നാം മറന്നുപോയതാണോ? അവസാനം സംസ്ഥാന സർക്കാർ എടുത്ത നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ പൂരം നടക്കുക നിയന്ത്രണങ്ങളോടുകൂടി എന്ന തീരുമാനമാണ് ഉണ്ടായത് എന്ന് മനസ്സിലാകാത്തതാണോ? അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഇലക്ഷൻ കമ്മീഷൻ്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് വരുന്നത്. സാധാരണഗതിയിൽ ഒരു ജില്ലയിൽ ആ പ്രദേശത്ത് പരിചയമുള്ള ഉദ്യോഗസ്ഥന്മാർ ജോലിക്കുണ്ടാവുക എന്നത് സ്വാഭാവികമായി ഉണ്ടാകേണ്ട കാര്യമാണ്. അങ്ങനെയാണല്ലോ വിവേകത്തോടെ പ്രവർത്തിക്കുന്നൊരു ജനായത്ത ഗവൺമെൻറ് വെക്കുക. അത്തരം ഉദ്യോഗസ്ഥന്മാർ ജില്ല വിട്ടു പോകണം. അങ്ങനെ ജില്ല വിട്ടു പോകുമ്പോൾ ആരെവിടെ പ്രവർത്തിക്കണമെന്ന് പിണറായി സർക്കാരല്ല തീരുമാനിക്കുന്നത്, ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. ആ ഇലക്ഷൻ കമ്മീഷൻ ആരുടെ നിയന്ത്രണത്തിലാണ്? ഇതിൻ്റെ ഭാഗമായി ഒരു നഗരത്തിൽ ഒരു കമ്മീഷണർ വരികയുണ്ടായി. IAS-കാരനാണ്, IPS-കാരനാണ്. അദ്ദേഹം നിയമം പാലിച്ചോ? അദ്ദേഹം നിയമം പാലിക്കുന്നതിനാണോ നിന്നത്? നിയമവിരുദ്ധമായിട്ടാണോ പ്രവർത്തിച്ചത്? സർക്കാരിന് അതൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളിലാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചത്. അത് സർക്കാർ അപ്പം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് ADGPയുടെ റിപ്പോർട്ട് തന്നെ ആവശ്യമില്ല.
പക്ഷേ സ്ഥലം മാറ്റണമെന്ന സർക്കാരിൻ്റെ ആഗ്രഹം ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചില്ല. ഇലക്ഷൻ കമ്മീഷൻ തന്നെ എത്രയോ ഉദ്യോഗസ്ഥന്മാരെ ഇന്ത്യയിൽ സ്ഥലം മാറ്റി കഴിഞ്ഞു, തെറ്റായി പ്രവർത്തിക്കുന്നവരെ. പക്ഷേ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ വിപ്രതിപത്തിയുള്ള ഉദ്യോഗസ്ഥനെ അന്നേരം മാറ്റാൻ എന്തുകൊണ്ടോ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല. ചട്ടങ്ങൾ അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ സമയം കഴിഞ്ഞപ്പോഴാണ്, അവരുടെ നിയന്ത്രണം കഴിഞ്ഞപ്പോഴാണ് കേരള സർക്കാർ ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? തെരഞ്ഞെടുപ്പിനെ അത് ബാധിച്ചിട്ടുള്ളൊരു ഘടകമാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. അങ്ങനെ അഭിപ്രായം ഇല്ലെങ്കിൽ പോലും ആ ഉദ്യോഗസ്ഥന് കുറച്ചുകൂടെ വിവേകത്തോടെ ഇടപെടാൻ കഴിയുമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ അഭിപ്രായം സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്ത് അതിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട് എന്ന് വരുന്നത് കോൺഗ്രസ്സുകാർക്ക് ഉടുവസ്ത്രം നൽകുന്ന ഒരു ജോലിയാണ്. അത് കേരളത്തിലെ മാധ്യമങ്ങൾ പല വഴിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് വളരെ കൃത്യമായും കോൺഗ്രസിൻ്റെ ആഭ്യന്തര അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അവരുടെ സംഘടനാ സംവിധാനങ്ങളുടെ പാളിച്ചകളിലേക്ക് തന്നെ, അവരുടെ സ്ഥാനാർത്ഥി ചൂണ്ടിക്കാണിച്ച വഴിയിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. ഇതിനേക്കാൾ രസകരമാണ് ആലത്തൂരിലെ റിപ്പോർട്ട്. ആലത്തൂരിലെ തോൽവിക്ക് കാരണം ആലത്തൂരിലെ UDFൻ്റെ സ്ഥാനാർത്ഥി തന്നെയാണെന്നാണ് അവരുടെ റിപ്പോർട്ട് അവസാനം. ആലോചിച്ച് നോക്കി എന്താണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന്. ഒരിടത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റിയുടെ പരാജയം, മറുഭാഗത്ത് സ്ഥാനാർത്ഥിയുടെ തന്നെ പരാജയം. ഇതല്ലേ കോൺഗ്രസ്സുകാർ കണ്ടെത്തിയിരിക്കുന്നത്. കോൺഗ്രസ് തന്നെ കോൺഗ്രസ്സിന് പാരയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന് ഇന്നത്തെ സംഘടനാ സംവിധാനം. അവിടെ ആ അപമാനത്തിൽ നിന്ന് രക്ഷ നേടാനും ആ ജാള്യം മറച്ചു വെക്കാനും പൂരം കലക്കിയതാണ് എന്നൊരു വ്യാജ ആരോപണം ഉന്നയിക്കുക. ഒരു കാര്യത്തിൽ വ്യക്തത ഉണ്ടാകണം. പൂരം സമയത്ത് വെടിക്കെട്ട് നടന്നില്ല എന്നുള്ളത് അവിടെ ആ പൂരവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്തവർക്ക് മനോവേദന ഉണ്ടാക്കിയ കാര്യമാണ്. പുലർച്ചെയായിക്കഴിഞ്ഞാണ് വെടിക്കെട്ടുണ്ടായത്. തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജനക്കൂട്ടത്തിന് നടുവിലൂടെ വെടിക്കെട്ട് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ? പോലീസ് പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റില്ല, അവിടെ വടം കെട്ടിയ ആളുകളെ നിയന്ത്രിക്കണം. അപ്പോൾ പൂര കമ്മിറ്റിക്കാർ പറയുകയാണ്, അല്ല, നാട്ടുകാരുടെ ഇടയിൽ കൂടെ തന്നെ ഈ വെടിക്കെട്ട് സാധനങ്ങൾ കൊണ്ടുപോയാൽ മതി. പൂര കമ്മിറ്റിക്കാർ ഒരുപടി ചാടി വീണ് പൂരം നിർത്തിവെക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിനിടയിൽ ലാത്തിച്ചാർജ് ഉണ്ടായിട്ട് നിർത്തിവെക്കാത്ത പൂരം ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് നിർത്തിവെക്കണം എന്ന വാശിയിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? അതൊക്കെ ഒരു ഉദ്യോഗസ്ഥ അന്വേഷണത്തിൽ മാത്രമല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ബോധപൂർവമായി ഈ രംഗത്ത് കടന്നു വന്ന് പ്രവർത്തിക്കുന്ന തെറ്റുകാരുണ്ട്. അതിന് രാഷ്ട്രീയമായൊരു പഴി സർക്കാരിൻ്റെ മേലെ കെട്ടിവെക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അത് നിലനിൽക്കാൻ പോകുന്നില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ നിയമം നടപ്പാക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായ വീഴ്ചകൾ ADGPയുടെ അന്വേഷണത്തിന് മുന്നിൽ വരും. അത് കൃത്യമായിട്ട് വരാനാണ് സാധ്യത. അത് വന്നിട്ടില്ലെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് സർക്കാർ പോകാൻ മടിക്കുന്ന സർക്കാരുമല്ല കേരളം ഭരിക്കുന്നത്. റൈറ്റ്.